അടുത്ത ടോപ്പിക് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ ആണ്. ഒരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് ആൻ ഐഡൻറ്റിഫയർ ടു എ മെമ്മറി ലൊക്കേഷൻ. ഒരു C++ പ്രോഗ്രാമിൽ ഇൻപുട്ട് ഡാറ്റ, ഔട്ട്പുട്ട് ഡാറ്റ എന്നിവ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന റാമിലെ മെമ്മറി ലൊക്കേഷനുകൾക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് ഒരു വേരിയബിൾ എന്നത്. അപ്പോൾ ഒരു ഇൻപുട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇൻപുട്ട് വേരിയബിൾ ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് വേരിയബിൾ, അതിനനുസരിച്ച് ഒന്നിൽ കൂടുതൽ മെമ്മറി വേരിയബിളുകൾ ഉണ്ടായിരിക്കും. ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് വേരിയബിൾ ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ മെമ്മറി ലൊക്കേഷനുകൾ അതിന് അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു വേരിയബിളിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ് വേരിയബിൾ ഉപയോഗിക്കുന്നത്. ഒരു വേരിയബിളിൻ്റെ പേര് എന്നത് ഒരു വേരിയബിളിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളതെന്ന് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടു കഴിഞ്ഞു. ഒന്ന് അതിൻ്റെ എൽ വാല്യൂ, അല്ലെങ്കിൽ അതിൻ്റെ അഡ്രസ്സ്. മറ്റൊന്ന് വേരിയബിളിൻ്റെ ആർ വാല്യൂ, അത് അതിൻ്റെ ഉള്ളടക്കം, കണ്ടന്റ്. എൽ വാല്യൂ ഓഫ് എ വേരിയബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്രസ്സാണ്. അതിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള റാമിലെ ഒരു കൂട്ടം മെമ്മറി ലൊക്കേഷനുകളിലെ സ്റ്റാർട്ടിംഗ് മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ്. ഒരു വേരിയബിളിൻ്റെ എൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ വേരിയബിളിന് കമ്പൈലർ നൽകിയിട്ടുള്ള അതിൻ്റെ ഡാറ്റ ടൈപ്പ് അനുസരിച്ച് അതിൻ്റെ ഡിക്ലറേഷൻ, അതിലാണ് ഇത് വേരിയബിളിനെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വേരിയബിളിന് രണ്ട് കാര്യങ്ങളുണ്ട്, എൽ വാല്യൂവും ആർ വാല്യൂവും. ഓക്കെ, വേരിയബിൾ ഈസ് ആൻ ഐഡൻറ്റിഫയർ ടു എ മെമ്മറി ലൊക്കേഷൻ. പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഡാറ്റ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന റാമിലെ ഒന്നോ അതിലധികമോ മെമ്മറി ലൊക്കേഷനുകൾക്ക് പ്രോഗ്രാമിൽ നിന്ന് വിളിക്കുന്ന ഒരു പേരാണ് വേരിയബിൾ നെയിം എന്നത്. ഒരു വേരിയബിൾ നെയിം ഉപയോഗിക്കുമ്പോൾ അതിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനോ അതിൻ്റെ ഡാറ്റ എടുക്കാനോ മെമ്മറിയിൽ നിന്ന് റാമിലെ മെമ്മറി ലൊക്കേഷന് ഒരു നിശ്ചിത മെമ്മറി ലൊക്കേഷനുകളിൽ നിന്ന് ഡാറ്റ എടുക്കുന്നതിനോ സ്റ്റോർ ചെയ്യുന്നതിനോ ആ വേരിയബിൾ നെയിം ഉപയോഗിച്ചത്, ആ മെമ്മറി ലൊക്കേഷനുകൾക്ക് അസൈൻ ചെയ്തിരിക്കുന്ന വേരിയബിൾ നെയിം എന്താണോ ആ നെയിം ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പമാണ് മെമ്മറി ലൊക്കേഷനുകൾ കൈകാര്യം ചെയ്യാം, പ്രോഗ്രാമിൽ കൈകാര്യം ചെയ്യാം. അതാണ് വേരിയബിൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം. അപ്പോൾ അതുപോലെ ഒരു വേരിയബിളിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് എൽ വാല്യൂ, മറ്റൊന്ന് ആർ വാല്യൂ. എൽ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്രസ്സ്. അതായത് ഒരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു കൂട്ടം മെമ്മറി ലൊക്കേഷനുകളാണ് റാമിലെ. ആ മെമ്മറി ലൊക്കേഷനുകളിലെ സ്റ്റാർട്ടിംഗ് മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് ആ വേരിയബിളിൻ്റെ, ആ മെമ്മറി ലൊക്കേഷനുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന, പ്രതിനിധാനം ചെയ്യുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ്. പിന്നെ ആ വേരിയബിളിൻ്റെ ഒരു ആർ വാല്യൂ ഉണ്ട്, അത് അതിൻ്റെ കണ്ടൻ്റാണ്. പറഞ്ഞാൽ എന്താണോ നമ്മൾ ആ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ, അതിനെയാണ് ആ മെമ്മറി ലൊക്കേഷനുകളുടെ അല്ലെങ്കിൽ ആ വേരിയബിളിൻ്റെ ആർ വാല്യൂ എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമുക്ക് എത്ര വേരിയബിൾ വേണമെങ്കിലും ഒരു C പ്രോഗ്രാമിൽ ഉപയോഗിക്കാം. പക്ഷേ ഉപയോഗിക്കുന്നതിന് മുൻപ് ആ വേരിയബിൾ നിർബന്ധമായും ഡിക്ലെയർ ചെയ്തിരിക്കണം, പ്രഖ്യാപിച്ചിരിക്കണം. വേരിയബിൾ ഡിക്ലറേഷൻ്റെ സിൻടാക്സ് ഒക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഫോർമാറ്റ് എന്തായിരുന്നു? ഡാറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ നെയിം സെമിക്കോളൻ. ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ വേരിയബിളിൻ്റെ പേരെന്താണെന്നും അതിൻ്റെ തരം എന്താണ്, ഏത് തരത്തിലുള്ള ഡാറ്റയാണ് അതിൽ സ്റ്റോർ ചെയ്യുന്നത്. ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്, ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ് ആയിരിക്കും. കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ കണ്ടു, ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, ഇതിൽ ഏതെങ്കിലും ഒരു ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ് വരിക ഒരു വേരിയബിളിൻ്റെ. ഏത് തരത്തിലുള്ള ഡാറ്റയാണ് നമുക്ക് ആ വേരിയബിൾ സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളതനുസരിച്ച് ഡാറ്റ ടൈപ്പ് മാറും. നമ്പർ ആണെങ്കിൽ, പോയിന്റുള്ള നമ്പർ ആണെങ്കിൽ ഫ്ലോട്ടോ ഡബിളോ, ചെറിയ പോയിന്റുള്ളാണെങ്കിൽ ഫ്ലോട്ട്, വലിയ പോയിന്റുള്ള ദശാംശ സംഖ്യകളാണെങ്കിൽ നമുക്ക് ആ വേരിയബിൾ സൂക്ഷിക്കേണ്ടതെങ്കിൽ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഡബിൾ ആയിരിക്കും. പോയിന്റ് ഇല്ലാത്ത സംഖ്യകൾ, എണ്ണൽ സംഖ്യകളും മറ്റുമാണെങ്കിൽ സൂക്ഷിക്കേണ്ടതെങ്കിൽ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റ് ആയിരിക്കും, ഇൻറ്റീജർ ആയിരിക്കും. ഇനി ഒരു ക്യാരക്ടർ, സിംഗിൾ ക്യാരക്ടറാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ, വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ക്യാർ എന്ന് ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഡാറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ നെയിം സെമിക്കോളൻ ഇടണം നിർബന്ധമായിട്ടും. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാനം നിങ്ങൾ ഒരു ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പഠിച്ചു. അതിൻ്റെ സിൻടാക്സ് ഡാറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ നെയിം സെമിക്കോളൻ. വേരിയബിളിൻ്റെ പേര് എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിഫയർ ആണ്. അതിനെ ആ പേര് ഐഡൻറ്റിഫയർ നെയിമിംഗ് റൂൾസ് ഉപയോഗിച്ച് ഉള്ള ഏതൊരു പേരുമാകാം. നിങ്ങൾ പഠിക്കുന്ന ഒരു ഐഡൻറ്റിഫയറിന് നെയിം കൊടുക്കുന്നതിനുള്ള 5 റൂൾസ് ഓർമ്മയുണ്ടായിരിക്കും. അതെന്തായാലും ഇതൊക്കെയാണ് ഒരു വേരിയബിളിനെ കുറിച്ച് ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം. ഓക്കെ, അപ്പോൾ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തതിന് ശേഷം വേണം അത് ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞു. ഡിക്ലെയർ ചെയ്ത വേരിയബിളുകൾ മാത്രമേ C ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ.
എത്ര വാരിയബിൾ വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ എല്ലാം ഡിക്ലെയർ ചെയ്തിരിക്കണം, ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കണം. ഇത് സി ഒരു നിയമമാണ്. അപ്പോൾ നമ്മളൊരു വാരിയബിൾ ഡിക്ലെയർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം പ്രോഗ്രാമിൽ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് വഴി ഒരു ഇപ്പോൾ ഇൻറ്റ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻറ്റ് സ്പേസ് പി എന്ന് പറയുന്നു. പി വാരിയബിളിൻ്റെ പേരാണ് ഇൻറ്റ് എന്നുള്ളത് എൻ്റെ ഡാറ്റ ടൈപ്പ്. പി എന്നുള്ള പേരിൽ മെമ്മറിയിൽ ഒരു 4 ബൈറ്റ്, കാരണം പിയുടെ തരം ഇൻറ്റ് ആയതുകൊണ്ട് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് 4 ബൈറ്റ് മെമ്മറിയാണ് സി പ്ലസ് പ്ലസിൽ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 4 ബൈറ്റ് മെമ്മറി റാമിൽ അലോക്കേറ്റ് ചെയ്യും കമ്പ്യൂട്ടർ. ആ 4 ബൈറ്റ് മെമ്മറിക്കും കൂടെ പി എന്ന പേരും കൊടുക്കും. ഇനി പി എന്ന പേരിൽ നമ്മൾ പി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ കൊടുത്താൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെമ്മറി 4 ബൈറ്റ് മെമ്മറിയിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ, പിയിലേക്ക് അസൈൻ ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ആവും. അതുപോലെ നമ്മൾ എപ്പോൾ പ്രോഗ്രാമിൽ പി എന്ന് വിളിച്ചാലും ആ 4 മെമ്മറി ലൊക്കേഷനിലുള്ള കണ്ടന്റ്, അതായത് പിയുടെ ആർ വാല്യൂ ലഭ്യമാകും. അപ്പോൾ ഇതാണ് വാരിയബിളിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നു. അപ്പോൾ പിയിലെ പി എന്ന ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ എൽ വാല്യൂ, ആ വാരിയബിളിലെ കമ്പ്യൂട്ടർ മെമ്മറി അലോക്കേറ്റ് ചെയ്യും അതിൻ്റെ ഡാറ്റ ടൈപ്പ് അനുസരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ പിയുടെ ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ ഒരു 4 ബൈറ്റ് പി അലോക്കേറ്റ് ചെയ്യും. പി എന്ന പേരിൽ 4 ബൈറ്റ് മെമ്മറി റാമിൽ അലോക്കേറ്റ് ചെയ്യപ്പെടുന്നു. ആ 4 ബൈറ്റിലെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ്റെ ഫസ്റ്റ് ബൈറ്റിൻ്റെ അഡ്രസ്സ് ആയിരിക്കും പി എന്ന വാരിയബിളിൻ്റെ എൽ വാല്യൂ. അപ്പോൾ എന്താണ് ആർ വാല്യൂ? ആർ വാല്യൂ അതായത് അതിൻ്റെ കണ്ടന്റ് എന്തായിരിക്കും? ആ പി എന്ന വാരിയബിളിൻ്റെ കണ്ടന്റ് അത് ഏതെങ്കിലും ഒരു ഇൻറ്റീജർ ആയിരിക്കും. എന്താണോ വാരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ്, ആ ഡാറ്റ ടൈപ്പിൻ്റെ റേഞ്ചും ഡാറ്റ ടൈപ്പിൻ്റെ സൈസും റേഞ്ചും നിങ്ങൾ ആണ്. ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൻ്റെ റേഞ്ചിൽ ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു നമ്പർ. അപ്പോൾ ഒരു പ്രോഗ്രാമിൽ ഒരു ഇൻറ്റീജർ വാരിയബിൾ ഡിക്ലെയർ ചെയ്താൽ അതിന് ഇതെല്ലാം കമ്പ്യൂട്ടറാണ് ഡിസൈഡ് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത് ഏത് വാല്യൂ കൊടുക്കണം. സോ ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിലേക്ക് കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിലേക്ക് ഇനി ഒരു വാല്യൂ അസൈൻ ചെയ്താലേ അതിന് വാല്യൂ കിട്ടുള്ളൂ. നമ്മൾ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈലർ പി എന്ന പേരിലുള്ള 4 ബൈറ്റ് മെമ്മറിയിൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക് വാല്യൂ. ആ വാല്യൂവിനെയാണ് ഗാർബേജ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ കമ്പൈലർ അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു, ആ വാരിയബിളിൻ്റെ റാമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. ആ അലോക്കേറ്റ് ചെയ്ത മെമ്മറിയിൽ ആ വാരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് അനുസരിച്ചുള്ള ആ ഡാറ്റ ടൈപ്പിൻ്റെ റേഞ്ചിനനുസരിച്ചുള്ള ഒരു വാല്യൂ കമ്പൈലർ തന്നെ സപ്ലൈ ചെയ്യുന്നു. ആ വാല്യൂവിനെയാണ് അതിൻ്റെ ഗാർബേജ് വാല്യൂ, ആ വാരിയബിളിൻ്റെ ഗാർബേജ് വാല്യൂ എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കായി ബൈ ഡിഫോൾട്ട് ഒരു വാല്യൂ ഡിക്ലെയർ ചെയ്ത ഉടനെ അതിന് കമ്പ്യൂട്ടർ കൊടുക്കുന്ന വാല്യൂ, തനിയെ അതിന് കിട്ടുന്ന ഡിഫോൾട്ട് വാല്യൂ ആണ് അതിൻ്റെ ഗാർബേജ് വാല്യൂ എന്നത്. അപ്പോൾ നോക്കുക ആ വാക്ക് ഗാർബേജ് വാല്യൂ. ഇനി പ്രോഗ്രാമിൽ കുറച്ച് കഴിഞ്ഞൊരു വാരിയബിൾ നമുക്കൊരു വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടി വരും, ഇൻപുട്ട് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിയിലേക്ക് കുറച്ച് കഴിഞ്ഞ് നമ്മൾ =10 എന്ന് പറയുന്നത് 10 എന്നുള്ള p = 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പിയിൽ നേരത്തെ കമ്പൈലർ പി എന്ന് പറയുന്ന 4 ബൈറ്റ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗാർബേജ് വാല്യൂവിൻ്റെ മുകളിൽ കൂടി നിങ്ങൾ കൊടുത്ത 10 ഓവർ റൈറ്റ് ആവും. നേരത്തെ നമ്മൾ ഇൻപുട്ട് സെമിക്കോളൻ എന്ന് കൊടുത്തു, അതിനുശേഷം നമ്മൾ താഴെ കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത വരിയിലായിട്ട് p = 10 എന്ന് പറഞ്ഞാൽ 10 എന്ന വാല്യൂ പി എന്ന മെമ്മറിയിലേക്ക് പി എന്ന പേരുള്ള 4 ബൈറ്റ് മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുക. അപ്പോൾ സേവ് ചെയ്യാൻ എന്ത് ചെയ്യുക? പിയിൽ ഓൾറെഡി ഗാർബേജ് വാല്യൂ കമ്പൈലർ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അതിനെ ഓവർ റൈറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ അസൈൻ ചെയ്ത വാല്യൂ അതിലേക്ക് റൈറ്റ് ആവും, പി എന്ന് പറയുന്ന 4 ബൈറ്റ് മെമ്മറിയിലേക്ക് സ്റ്റോർ ആവും. അപ്പോൾ വാരിയബിളിൻ്റെ ആർ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റ് പ്രോഗ്രാമിൽ ഉടനീളം മാറിക്കൊണ്ടിരിക്കാം. നമ്മൾ മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് p = 10 കുറച്ച് കഴിഞ്ഞാൽ p = 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10 എന്നുള്ള പി എന്നുള്ള മെമ്മറി ലൊക്കേഷനുകളിൽ 4 ബൈറ്റ് മെമ്മറിയിൽ നേരത്തെ ഉണ്ടായിരുന്ന 10 പോയിട്ട് അവിടെ 5 വരും. അതുകൊണ്ടാണ് അതിന് വാരിയബിൾ എന്ന് വിളിക്കുന്നത്. വാരി ചെയ്യുന്നത് കണ്ടന്റ് ഉള്ളടക്കം മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു എലമെൻ്റാണ്, പ്രോഗ്രാം എലമെൻ്റാണ് വാരിയബിൾ എന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ പറയുന്ന ടോപ്പിക് വാരിയബിൾ ഇനീഷ്യലൈസേഷൻ ആണ്. ഒരു വാരിയബിൾ എന്തായാലും ഡിക്ലെയർ ചെയ്യണം ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട്. അതിൻ്റെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് വാരിയബിളിൻ്റെ പേര് ഡാറ്റ ടൈപ്പ് സ്പേസ് വാരിയബിൾ നെയിം സെമിക്കോളൻ, അതാണല്ലോ ഡിക്ലറേഷൻ്റെ സിൻടാക്സ്, വാരിയബിൾ ഡിക്ലറേഷൻ്റെ സിൻടാക്സ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പി എന്ന് പറയുന്ന വാരിയബിളിൻ്റെ പേരും അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജറുമാണ്. ഒരു ഇൻറ്റീജർ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പി എന്ന പേരിൽ ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു സിൻടാക്സ് എങ്ങനെ? ഡിക്ലറേഷൻ്റെ സിൻടാക്സ് ഇൻറ്റ് സ്പേസ് സെമിക്കോളൻ. അപ്പോൾ പി ആണ് വാരിയബിളിൻ്റെ പേര്, ഇൻറ്റ് അതിൻ്റെ ഡാറ്റ ടൈപ്പ്. ഇനി നമ്മൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ കൂടെ അതിലേക്ക് ഒരു ഇനീഷ്യൽ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ, ആ വാരിയബിളിലേക്ക് ഒരു വാരിയബിൾ
ഡിക്ലെയർ ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ തുടക്ക വില ആ വാരിയബിളിൻ്റെ, അതായത് ആ വാരിയബിളിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറിയിലേക്ക് ഒരു തുടക്ക വില അതിൻ്റെ ആർ വാല്യൂ കൂടി കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് variable initialization. So supplying a value to a variable at the time of its declaration is called variable. ഒരു വാരിയബിളിനെ ഡിക്ലെയർ ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ, സാധാരണ ഡിക്ലെയർ ചെയ്ത ഉടനെ വാല്യൂ അതിന് വിലകളൊന്നും കൊടുക്കാറില്ല, ഡിക്ലെയർ ചെയ്ത് അവിടെ ഇടും. അപ്പോൾ അങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണോ വാരിയബിളിന് അതിനനുസരിച്ചുള്ള ആ ഡാറ്റ ടൈപ്പിൻ്റെ റേഞ്ചിൽ വരുന്ന, ഇൻറ്റീജർ ആണെങ്കിൽ ഇൻറ്റീജറിൻ്റെ റേഞ്ചിൽ വരുന്ന ഏതെങ്കിലും ഒരു ഇൻറ്റീജർ വാല്യൂ കമ്പൈലറാണ് അസൈൻ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടാണ് അതിന് ഗാർബേജ് വാല്യൂ എന്ന് പറയുന്നത്. ഒരു വാരിയബിളിനെ ഡിക്ലെയർ ചെയ്ത ഉടനെ അതിന് ലഭിക്കുന്ന വാല്യൂ ആണ് ഗാർബേജ് വാല്യൂ. എന്നാൽ ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ പ്രോഗ്രാമർ തന്നെ നേരിട്ട് ആ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ കൂടെ അതിലേക്ക് ഒരു തുടക്ക വില കൂടി ആ വാരിയബിളിലേക്ക് സപ്ലൈ ചെയ്യുകയാണ്, കൊടുക്കുകയാണെങ്കിൽ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആ വാരിയബിൾ ഇനീഷ്യലൈസേഷൻ, ആ വാരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യപ്പെട്ടു എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ദ വാല്യൂ വിൽ ബി സ്റ്റോർഡ് ഇൻ ദ റെസ്പെക്റ്റീവ് മെമ്മറി ലൊക്കേഷൻ ഡ്യൂറിങ് കമ്പൈൽ ടൈം. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൊടുക്കുന്ന ഇനീഷ്യൽ വാല്യൂ, ഒരു വാരിയബിളിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിലേക്ക് കൊടുക്കുന്ന, അതോടൊപ്പം അതിന് ഒരു ഇനീഷ്യൽ വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ, കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരു വാരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചില പ്രോഗ്രാമുകളിൽ നമുക്ക് ചില വാരിയബിളുകളെ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ഇനീഷ്യലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ചില വാരിയബിളുകൾ ചില പ്രോഗ്രാമുകളിൽ തുടക്കത്തിൽ തന്നെ അതിനൊരു വില നമ്മൾ അസൈൻ ചെയ്ത് വയ്ക്കും. അപ്പോൾ അങ്ങനെ നമ്മളൊരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ആ വാരിയബിളിൽ ഒരു തുടക്ക വില, ഒരു വാരിയബിളിനെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഡാറ്റ ടൈപ്പും വാരിയബിളിൻ്റെ പേരും പറയുമ്പോൾ തന്നെ അതിൻ്റെലേക്കൊരു തുടക്ക വില, അതിൻ്റെ ആർ വാല്യൂ കൂടി, ആ വാരിയബിളിൻ്റെ ആർ വാല്യൂ, അതായത് അതിൻ്റെ കണ്ടന്റ് കൂടി അതിൻ്റെയോടൊപ്പം ഡിക്ലറേഷൻ്റെ കൂടെ പറയുന്നതിനെയാണ് വാരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇതാണ് സപ്ലൈയിങ് എ വാല്യൂ ടു എ വാരിയബിൾ അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് ഡിക്ലറേഷൻ ഈസ് കോൾഡ് വാരിയബിൾ ഇനീഷ്യലൈസേഷൻ. ഇങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യപ്പെടുന്ന വാല്യൂ, ഇനീഷ്യലായിട്ട് കൊടുക്കുന്ന, തുടക്കം ഡിക്ലെയർ ചെയ്യുമ്പോൾ തുടക്കത്തിൽ കൊടുക്കുന്ന ആ വാരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിലേക്ക് കൊടുക്കുന്ന ഇനീഷ്യൽ വാല്യൂ, തുടക്കവില, ആ വാരിയബിളിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള, കമ്പൈലർ അനുവദിച്ചിട്ടുള്ള റാമിലെ മെമ്മറി ലൊക്കേഷനുകളിൽ സ്റ്റോർ ആവും, സൂക്ഷിക്കപ്പെടും. ഇനീഷ്യലൈസ് ചെയ്യാൻ നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ് ഉപയോഗിക്കുന്നത്. ഒരു വാരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാരിയബിൾ ഇനീഷ്യലൈസേഷൻ്റെ ഒരു സിൻടാക്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു, നോക്കുക. വാരിയബിൾ ഇനീഷ്യലൈസേഷൻ്റെ സിൻടാക്സ് ഇതാണ്. വാരിയബിൾ ഇനീഷ്യലൈസേഷൻ്റെ സിൻടാക്സ്. അപ്പോൾ എന്താണ് വാരിയബിൾ ഇനീഷ്യലൈസേഷൻ നിങ്ങൾ പഠിക്കുക. അതിനുശേഷം വാരിയബിൾ ഇനീഷ്യലൈസേഷൻ്റെ സിൻടാക്സും അതിനൊരു ഉദാഹരണവും പഠിക്കുക. ഡാറ്റ ടൈപ്പ് സ്പേസ് വാരിയബിൾ നെയിം ഈസ് ഈക്വൽ ടു വാല്യൂ. ഇത് ഈ രണ്ട് തരത്തിലൊരു വാരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യാം. ഒരു ഫോർമാറ്റ് ഇതാണ്, മറ്റൊരു ഫോർമാറ്റ് ഡാറ്റ ടൈപ്പ് സ്പേസ്. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമാറ്റ്. സാധാരണ രീതിയിൽ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമാറ്റ് ഇതാണ്. ഇതിന് പകരം വേണമെങ്കിൽ ഈ ഓർ, കണ്ടോ ഇവിടെ കണ്ടിരിക്കുന്ന ഈ ഒരു ഫോർമാറ്റ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഡാറ്റ ടൈപ്പ് സ്പേസ് വാരിയബിൾ ബ്രാക്കറ്റിൽ വാല്യൂ, സെമിക്കോളൻ നിർബന്ധമാണ്. എന്നത് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനീഷ്യലൈസേഷൻ എന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു, നോക്കുക. ഇൻറ്റ് XYZ = 120. XYZ എന്നുള്ളതൊരു വാരിയബിളാണ്. അതിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ആദ്യമായിട്ട് കമ്പൈലറിന് പരിചയപ്പെടുത്തുന്നു. അപ്പോൾ XYZ എന്നുള്ള പേരിൽ ഒരു ഇൻറ്റീജർ വാരിയബിൾ ഉണ്ട്. അതിൻ്റെ തുടക്കവില 120. നമ്മൾ വെറുതെ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇൻറ്റ് XYZ എന്ന് പറഞ്ഞിട്ട് സെമിക്കോളൻ ഇടാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന മാത്രമല്ല, XYZ ഡിക്ലെയർ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിന് കമ്പൈലർ ഒരു വില കൊടുക്കും. നമ്മൾ വില കൊടുക്കാത്തടത്തോളം കമ്പൈലർ ഗാർബേജ് വാല്യൂ അതിലേക്ക് കൊടുത്തു വയ്ക്കും XYZ മെമ്മറി. ഇവിടെ നമ്മൾ അങ്ങനെ അതിന് ഗാർബേജ് വാല്യൂ ഇടുന്നത്, കമ്പൈലർ വാരിയബിളിന് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ പ്രത്യേകം പറയുന്നു അതിൻ്റെ തുടക്കവില 120 ആണെന്ന്. അപ്പോൾ ഇതാണ് മെമ്മറിയിൽ സംഭവിക്കുക. വാരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യപ്പെടുമ്പോൾ XYZ എന്നുള്ള പേരിൽ ഒരു 4 ബൈറ്റ് മെമ്മറി റാമിൽ കമ്പൈലേഷൻ ടൈമിലാണ് ഈ 4 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. XYZ വാരിയബിളിന് അതിൻ്റെ ഡാറ്റ ടൈപ്പ് അനുസരിച്ച് മെമ്മറി അനുവദിക്കുന്നതും എത്ര ബൈറ്റ് മെമ്മറിയാണെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ വാരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജറാണ്. ഇത് സിൻടാക്സ് ആണ് വാരിയബിൾ ഇനീഷ്യലൈസേഷൻ്റെ. അതിൻ്റെ ഉദാഹരണം ഈ രീതിയിലുള്ള സിൻടാക്സിൻ്റെ ഉദാഹരണമാണ് ഇവിടെ കൊടുത്തത്. ഇങ്ങനെയും പറയാം, ഇൻറ്റ് XYZ ബ്രാക്കറ്റിൽ 120. അപ്പോൾ XYZ വാരിയബിൾ അതിൻ്റെ തുടക്കവില 120, ഇൻറ്റ് എന്നുള്ള അതിൻ്റെ ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ XYZ എന്നുള്ള ഇൻറ്റീജർ വാരിയബിളിന് ഡിക്ലെയർ ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ തുടക്കവില, ഇനീഷ്യൽ വാല്യൂ, അതിന് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് കൊടുത്തു.
ഇതിനെയാണ് ഇത് വാരിയബിൾ ഇനീഷ്യലൈസേഷൻ ഉദാഹരണമാണ്. ഇതേ ഇനീഷ്യലൈസേഷൻ രണ്ട് രീതിയിൽ ചെയ്യാം. ഒരു ഫോർമാറ്റ് ഇതാണ്, മറ്റൊരു ഫോർമാറ്റാണ് ഇത്. ഇതിലോ അല്ലെങ്കിൽ ഈ രൂപത്തിലോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു വാരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ മറ്റ് ടൈപ്പ് വാരിയബിൾ, ഫ്ലോട്ടിംഗ് പോയിന്റ് വാരിയബിളാണ് VAL, അതിനൊരു തുടക്കവില ഫ്ലോട്ടിംഗ് പോയിന്റ്. അപ്പോൾ ഇവിടെ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ്, ഡാറ്റ തരം എന്താണോ ആ തരത്തിലനുസരിച്ചുള്ള ഒരു വാല്യൂ തന്നെ അതിന് ഇനീഷ്യൽ വാല്യൂ ആയിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഇൻറ്റീജർ ആണ്, നമ്മളിവിടെ പോയിന്റുള്ളൊരു സംഖ്യ ഉപയോഗിച്ച് അതിനെ ഇനീഷ്യലൈസ് ചെയ്യരുത്. അതുപോലെ ഫ്ലോട്ട് ആണെങ്കിൽ അതിനെ ഫ്ലോട്ടിൽ ഇൻറ്റീജറും പെടും. അല്ലെങ്കിൽ ക്യാരക്ടർ ആണെങ്കിൽ അതിന് ക്യാരക്ടർ വാല്യൂ ഉപയോഗിച്ച് തന്നെ ഇനീഷ്യലൈസ് ചെയ്യണം. ക്യാരക്ടർ വാല്യൂബിളാണ് ഇവിടെ K = സിംഗിൾ കൊട്ടേഷൻ A എന്നുള്ള ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് K എന്നുള്ള ഉപയോഗിച്ച് K എന്നുള്ള ക്യാരക്ടർ വാരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്തു. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ഇവിടെ ചിത്രത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. XYZ = 120 എന്ന് പറയുമ്പോൾ ഇൻറ്റ് XYZ = 120, XYZ എന്നുള്ള വാരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യുകയാണ്. അത് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തുറക്കവിലയും കൂടെ അതിലേക്ക് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, XYZ കമ്പൈലേഷൻ സമയത്ത് കമ്പൈലർ XYZന് ഒരു 4 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. 4 ബൈറ്റ് ആയതിന് കാരണം അതിൻ്റെ തരം ഇൻറ്റ് ആണെന്ന് ഡിക്ലറേഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഇനീഷ്യലൈസേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റിന് 4 ബൈറ്റാണ് മെമ്മറി. പിന്നെ അപ്പോൾ ഈ 4 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും, അതിന് പേര് XYZ എന്ന് കൊടുക്കും. ആ 4 ബൈറ്റ് മെമ്മറിയിൽ 120 നമ്മൾ കൊടുത്തിരിക്കുന്ന ഇനീഷ്യൽ വാല്യൂ, ഇനീഷ്യലൈസ് ചെയ്യാൻ ഉപയോഗിച്ച വാല്യൂ എന്താണ്, അത് കമ്പൈലർ സേവ് ചെയ്യുന്നു. ഇനി ഒരു വാരിയബിൾ വേണമെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ കോൺസ്റ്റന്റ് ഉപയോഗിച്ചല്ലാതെ, ഇവിടെയൊക്കെ വാരിയബിളുകൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത് ആ വാരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പിൽപ്പെട്ട കോൺസ്റ്റന്റ് ഉപയോഗിച്ചാണ്, ലിറ്ററൽ ഉപയോഗിച്ചാണ്. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഒരു വാരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ നമുക്കൊരു എക്സ്പ്രഷൻ ഉപയോഗിക്കാം. അതായത് ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ, ഫ്ലോട്ടിംഗ് പോയിന്റ്, ഇൻറ്റിജർ എക്സ്പ്രഷൻസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഉദാഹരണം അതാണ്. ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന വാരിയബിൾ അതിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഫ്ലോട്ടാണ് അതിൻ്റെ തരം, ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട് സ്പേസ് പ്രൊഡക്റ്റ് = X*Y എന്ന് പറഞ്ഞാൽ എക്സും വൈയും വേറെ 2 വാരിയബിളാണ്. അതിലെന്തോ ഡാറ്റകളുണ്ട്. ആ 2 ഡാറ്റകളും തമ്മിൽ ഗുണിച്ച് കിട്ടുന്ന ഗുണനഫലം ഉപയോഗിച്ച് ഈ പ്രൊഡക്റ്റ് എന്ന വാരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്തു. അതിൻ്റെ തുടക്കവില എന്ന് പറയുന്നത്, ഈ പ്രൊഡക്റ്റ് എന്ന വാരിയബിളിൻ്റെ തുടക്കവില X എന്ന വാരിയബിളിൻ്റെയും Y എന്ന വാരിയബിളിലുമുള്ള വിലകളുടെ അവയുടെ വാല്യൂവിൻ്റെ പ്രൊഡക്റ്റാണ്, അവയുടെ കണ്ടൻറ്റിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ചും ഒരു കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചും നമുക്കൊരു വാരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യാം. ഇനി അതിനുശേഷം വാരിയബിൾ ഇനീഷ്യലൈസേഷന് ശേഷം നിങ്ങൾക്ക് വരുന്ന കാര്യം ഓപ്പറേറ്ററുകളെ കുറിച്ചുള്ളൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്നൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതുവരെ പറഞ്ഞതിനിടയ്ക്ക് ഒരുപാട് ടോപ്പിക്കുകൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ടൈപ്പ് മോഡിഫയേഴ്സ് അതൊന്നും നിങ്ങൾ നോക്കേണ്ടില്ല, ഒക്കെ ഫോക്കസ് ഏരിയയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഈ ചാപ്റ്ററിൽ ഒന്ന് ഒരു C++ പ്രോഗ്രാമിൻ്റെ ബേസിക് സ്ട്രക്ചർ, 3 കോമ്പണൻറ്റ്സ്, 2 വാരിയബിൾ ഇനീഷ്യലൈസേഷൻ, നമ്മുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് ഈ പാഠത്തിൽ അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. C++ലുള്ള ഈ ഓപ്പറേറ്ററുകൾ, ഈ കാണുന്ന 5 ഓപ്പറേറ്ററുകളെയുമാണ് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. +, -, സ്റ്റാർ =, ഡിവിഷൻ =, മോഡുലസ് =. നിങ്ങൾക്കറിയാം C++ൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻ നടത്താൻ, കണക്ക് കൂട്ടലുകൾ നടത്താൻ പ്രധാനമായിട്ടും 5 ഓപ്പറേറ്ററുകളാണുള്ളത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു. C++ലെ 5 അരിത്തമെറ്റിക് ഓപ്പറേറ്ററുകളാണ്. ഒന്ന് അഡീഷൻ ഓപ്പറേറ്റർ, പ്ലസ്, മൈനസ് സബ്ട്രാക്ഷൻ, സ്റ്റാർ മൾട്ടിപ്ലിക്കേഷൻ, / ഡിവിഷൻ, പെർസെൻറ്റേജ്, മോഡുലസ് മോഡ് ഓപ്പറേറ്റർ. ഈ 5 ഓപ്പറേറ്ററുകളുടെയും അതുകൂടാതെ 5 ഓപ്പറേറ്ററുകളും 5 അരിത്തമെറ്റിക് ഓപ്പറേഷനെ സൂചിപ്പിക്കുന്നു. ഇതുകൂടാതെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്നൊരു ഓപ്പറേറ്റർ കൂടെ നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. ഒരു വാരിയബിളിലേക്ക് ഒരു വില, അതൊരു കോൺസ്റ്റൻ്റ് ആവാം, എക്സ്പ്രഷൻ ആവാം, അല്ലെങ്കിൽ മറ്റൊരു വാരിയബിൾ ആവാം, അസൈൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, == എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഏതെല്ലാം അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ടോ ആ 5 അരിത്തമെറ്റിക് ഓപ്പറേറ്ററുകളെയും അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ കൂടെ അതിൻ്റെ കൂടെ ചേർന്ന് വരുന്ന ഒരു പുതിയ തരം ഓപ്പറേറ്ററാണ് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. സോ ഇവയെ C++ ഷോർട്ട് ഹാൻഡ്സ് എന്ന് പറയപ്പെടുന്നു. ഈ പേര് നോക്കണം.
അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററുകൾ C++ ഷോർട്ട് ഹാൻഡ്സ് എന്നും അറിയപ്പെടുന്നു. ഈ 5 എണ്ണമാണ് C++ ഷോർട്ട് ഹാൻഡ്സ്. അതായത് 5 അരിത്മെറ്റിക് ഓപ്പറേറ്റർ ആണെങ്കിൽ ആ 5 അരിത്മെറ്റിക് ഓപ്പറേറ്ററിൻ്റെ കൂടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ചേർന്ന് വരുന്ന പുതിയൊരു തരം ഓപ്പറേറ്റർ ഫാമിലിയാണിത്. അതായത് അരിത്മെറ്റിക് അഡീഷൻ ഓപ്പറേറ്റർ, അരിത്മെറ്റിക് അഡീഷൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, അരിത്മെറ്റിക് സബ്ട്രാക്ഷൻ അസൈൻമെൻറ്റ്, അരിത്മെറ്റിക് മൾട്ടിപ്ലിക്കേഷൻ അസൈൻമെൻറ്റ്, അരിത്മെറ്റിക് ഡിവിഷൻ അസൈൻമെൻറ്റ്, അരിത്മെറ്റിക് മോഡുലസ് അസൈൻമെൻറ്റ്. ഇങ്ങനെ ഈ 5 ഓപ്പറേറ്ററുകളുമാണ്. ഓരോന്നും ഓരോ അരിത്മെറ്റിക് ഓപ്പറേറ്ററിൻ്റെയും കൂടെ ഒരു ഈക്വൽ ടു ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ചേരുന്നു. ഓക്കെ, ഇവയെല്ലാം തന്നെ ബൈനറി ഓപ്പറേറ്റേഴ്സാണ്. അതായത് ഈ ഓപ്പറേഷനുകളെല്ലാം നടക്കണമെങ്കിൽ ചുരുങ്ങിയത് 2 ഓപ്പറാൻഡുകളെങ്കിലും വേണം. അപ്പോൾ ഇവിടെ അരിത്മെറ്റിക് ഓപ്പറേറ്റർ ആയിട്ടുള്ള പ്ലസ്, മൈനസ്, സ്റ്റാർ, അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ് എന്നിവ പോലെ തന്നെ അവയിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അവയുടെ ഒരു എക്സ്പാൻഷനാണ് ഈ കാണുന്ന അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഈ 5 അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററുകൾക്കും ബൈനറി ഓപ്പറേറ്ററുകളാണ് 5ഉം. 5ഉം ഉപയോഗിക്കണമെങ്കിൽ 2 ഓപ്പറൻഡുകളെങ്കിലും മിനിമം വേണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ 5 ഓപ്പറേഷനുകളും, ഈ 5 ഓപ്പറൻഡുകളും സൂചിപ്പിക്കുന്ന 5 ഓപ്പറേഷനും ഫസ്റ്റ് ഓപ്പറൻഡ്, ഈ ഓപ്പറേറ്ററിന് ബൈനറി ഓപ്പറേറ്ററാണ് ഇവയെ ഓരോന്നും. ഇതെല്ലാം ബൈനറി ഓപ്പറേറ്ററുകളാണ്. അപ്പോൾ 2 ഓപ്പറൻഡ് വേണം ഓരോന്നിനും. അതിലെ ഫസ്റ്റ് ഓപ്പറൻഡ്, അതായത് ആദ്യത്തെ ഓപ്പറേറ്ററിന് മുമ്പുള്ള ഇടത്ത് ഭാഗത്ത് വരുന്ന ഓപ്പറൻഡ്, അതാണ് ഫസ്റ്റ് ഓപ്പറൻഡ്. ഫസ്റ്റ് ഓപ്പറൻഡ് നിർബന്ധമായിട്ടും ഒരു വാരിയബിൾ തന്നെയായിരിക്കണം. അപ്പോൾ ഇത് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ A + = 10. അഡീഷൻ ഓപ്പറേറ്ററിൻ്റെ അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഫോർമാറ്റാണ് പ്ലസ് = അതുപോലെ മൈനസ് = ഇനി എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇത് ശരിക്കും ഒരു C++ ഷോർട്ട് ഹാൻഡ് ചുരുക്കെഴുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ A = A + 10. ഇവിടെ C++ലെ ഒരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. A എന്ന വാരിയബിളിൻ്റെ വില 10 വർദ്ധിപ്പിച്ച്, A എന്നുള്ളതൊരു വാരിയബിളാണ്, അതിൽ നിലവിൽ എന്താണോ ഉള്ളത് ഒരു നമ്പറാണ്. A ഒരു ഇൻറ്റീജർ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലോട്ട് എന്തോ ആവട്ടെ. അതിൻ്റെ വില 10 വെച്ച് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ Aയിലിപ്പോൾ 10 ആണുള്ളതെങ്കിൽ 10 × 10 = 20. Aയുടെ പുതിയ വില 20 എന്നായിരിക്കും. ഈ ഒരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ Aയുടെ വില 20 എന്നായിരിക്കും. അപ്പോൾ A എന്ന വാരിയബിളിൻ്റെ വില 10 വെച്ച് വർദ്ധിപ്പിക്കാൻ A = A + 10 എന്ന് പറയുന്നു. ഓക്കെ, ഇതിനെ ചുരുക്കി എഴുതിയാൽ ഇങ്ങനെയും C++ൽ എഴുതാം. അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടി ഈ 2 ഓപ്പറേഷനുകൾ ഇവിടെ വരുന്നുണ്ട്. ഒന്ന് ഒരു അഡീഷൻ ഓപ്പറേഷൻ, ഇതൊരു അരിത്മെറ്റിക് ഓപ്പറേഷനാണ്, ഇത് അസൈൻമെൻറ്റ് ഓപ്പറേഷനാണ്. അപ്പോൾ ഈ 2 ഓപ്പറേഷനും കൂടെ ഒരുമിച്ച് ആണ് ഇവിടെ ചെയ്യുന്നത്. എന്നിരുന്നാലും അതിനേക്കാൾ ഫാസ്റ്റായിട്ട് കുറച്ചുകൂടി എളുപ്പത്തിലും എഴുതാൻ കഴിയുന്ന അതിൻ്റെ ഒരു ഷോർട്ട് ഹാൻഡാണ് ഈ എഴുതിയിരിക്കുന്നത്. A + = 10 എന്നാണ് ഇത് വായിക്കുക. A + = 10 എന്ന് പറഞ്ഞാൽ A = A + 10 എന്നുള്ളതിൻ്റെ ചുരുക്കമാണ് A+. അപ്പോൾ നിങ്ങൾക്ക് C++ 2 രീതിയിലും എഴുതാം. ഒന്നുകിൽ A = A + 10 എഴുതാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ചുരുക്കി A + 10 എന്ന് എഴുതാം. ഓക്കെ, A + 10 എന്ന് എഴുതാം. അപ്പോൾ ഈ 2 ഫോർമാറ്റിലും എഴുതാം. ഇതാണ് C++. ഇനി ഇതുപോലെ ഇവിടെ അതിൻ്റെയൊക്കെ അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേഷൻ സാധാരണ രീതിയിൽ കൊടുക്കുക. അതിൻ്റെയൊക്കെ ഷോർട്ട് ഫോംസ് ഇതാണ് ശരിക്കുള്ള ഓപ്പറേഷൻ. അതിൻ്റെ C++ ഷോർട്ട് ഹാൻഡ് ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നു. നോക്കുക, X + 10, എക്സിൻ്റെ വില 10 വെച്ച് വർദ്ധിപ്പിക്കാൻ അതിനെ X = X + 10 എന്ന് പറയുന്നതിനെ ചുരുക്കി X + 10 എന്ന് എഴുതാം. X = X - 10 എന്നുള്ളതിൻ്റെ ചുരുക്കമാണ് X - = 10. ഇങ്ങനെ ഓരോന്നും. ഓക്കെ, ഈ രീതിയിൽ ഇതാണ് അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് സാധാരണ ഒരു അരിത്മെറ്റിക് ഓപ്പറേഷനോ അസൈൻമെൻറ്റ് ഓപ്പറേഷനോ ഈ രൂപത്തിൽ എഴുതുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് എഴുതുമ്പോൾ ഓപ്പറേഷൻ നടക്കുമെന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്, അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. എല്ലാ അരിത്മെറ്റിക് ഓപ്പറേറ്ററുകളെയും അരിത്മെറ്റിക് ഷോർട്ട് ഹാൻഡ് ഉണ്ട്. അവയുടെ കൂടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ചേർന്നതാണ് അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന ഗ്രൂപ്പ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററുകളുടെയും ഒരു അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ ഫസ്റ്റ് ഓപ്പറൻഡ് എന്ന് പറയുന്നത്, അതായത് ലെഫ്റ്റ് ഓപ്പറൻഡ് എന്ന് പറയുന്നത്, ആദ്യത്തെ ഓപ്പറൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബൈനറി ഓപ്പറേറ്റർ ആണ്. അത്
എല്ലാ അരിത്മെറ്റിക് ഓപ്പറേറ്ററുകളെ പോലെ തന്നെ അവയിൽ നിന്നും ഉണ്ടാക്കിയ അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററുകളും ബൈനറി ഓപ്പറേറ്ററുകളാണ്. എന്ന് പറഞ്ഞാൽ അവയ്ക്ക് 2 ഓപ്പറാൻഡ് വേണം. ആ ഓപ്പറേഷൻ നടക്കണമെങ്കിൽ മിനിമം 2 ഓപ്പറാൻഡ് വേണം. അതിൽ തന്നെ ഫസ്റ്റ് ഓപ്പറാൻഡ് എന്ന് പറയുന്നത്, അതായത് ഓപ്പറേറ്ററിന് മുൻപുള്ള ഓപ്പറാൻഡ് എന്ന് പറയുന്നത്, ഇടത്ത് ഭാഗത്തുള്ള ഓപ്പറാൻഡ് എന്ന് പറയുന്നത് നിർബന്ധമായ ഒരു വാരിയബിൾ ആയിരിക്കണം. ഒരു കോൺസ്റ്റൻറ്റോ എക്സ്പ്രഷനോ ആവാൻ പാടില്ല. സോ ദി ഫസ്റ്റ് ഓപ്പറൻഡ് ഓഫ് ആൻ അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഷുഡ് ബി എ വാരിയബിൾ. ഇവിടെ എക്സ് എന്നുള്ള വാരിയബിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ്, സെക്കൻഡ് ഓപ്പറൻറ്റ് ഒരു കോൺസ്റ്റൻറ്റ്, ഇവിടെയൊക്കെ കോൺസ്റ്റൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് ആണ്. അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ കൊടുക്കാം നമുക്ക്. ഇപ്പോൾ എക്സ് ഈക്വൽ ടു വൈ പ്ലസ് സെഡ്, എക്സ് പ്ലസ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് സെഡ് എന്ന് കൊടുക്കാം. അപ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് സ്റ്റാർ 10 എന്ന് കൊടുക്കാം. അപ്പോൾ എക്സിലെ വിലയെ 10 കൊണ്ട് ഗുണിച്ച് ആ വില എക്സുമായിട്ട് ഗുണിക്കുന്നു, എന്നിട്ട് അത് എക്സിലേക്ക് ആഡ് ചെയ്യുന്നു, എന്നിട്ട് അത് എക്സിലേക്ക് തന്നെ ആഡ് ചെയ്യുന്നു. ആ രീതിയിൽ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 10 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വില അരിത്മെറ്റിക് അത് നിലവിലുള്ള വാരിയബിളിൻ്റെ വിലയുമായിട്ട് ആഡ് ചെയ്യാനാണെങ്കിൽ ആഡ് ചെയ്യുന്നു, ഇവിടെ കുറയ്ക്കുന്നു, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത്രയാണ് അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഓക്കെ, ഈ അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗം ഇതൊരു ചുരുക്കെഴുത്താണ്. സാധാരണ ഒരു അരിത്മെറ്റിക് ഓപ്പറേഷൻ ഒരു അസൈൻമെൻറ്റ് ഓപ്പറേഷനും കൂടെ ഒരുമിച്ച് ഇങ്ങനെ എഴുതുന്നതിനെ ചുരുക്കി എഴുതിയതാണിത്. ഈ 2 രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. C++ പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ ഈ ഒരു ഫോർമാറ്റാണ് അധികം ഫോളോ ചെയ്യുന്നത്. C++ൽ തുടക്കത്തിൽ ഈ ഫോർമാറ്റ്, നിങ്ങൾക്ക് ഇത് മാത്സിലുള്ള ഫോർമാറ്റാണ്, എന്നാൽ ഇത് C++ൻ്റേതായിട്ടുള്ള ഫോർമാറ്റാണ്. ഇതിലും എഴുതാം, ഈ രൂപത്തിലും എഴുതാം, ഈ രൂപത്തിലും എഴുതാം. പക്ഷേ ഇങ്ങനെ എഴുതുമ്പോൾ അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് അല്ലെങ്കിൽ C++ ഷോർട്ട് ഹാൻഡ് ഉപയോഗിച്ച് നമ്മളൊരു അരിത്മെറ്റിക് ഓപ്പറേഷൻ നടത്തുമ്പോൾ അത് സാധാരണ അരിത്മെറ്റിക് ഓപ്പറേഷനേക്കാൾ ഒന്നുകൂടി ഫാസ്റ്റ് ആയിരിക്കും. ആണ് ഇവിടെ പറയുന്നത്. ദ യൂസ് ഓഫ് ദീസ് ഓപ്പറേറ്റേഴ്സ് മേക്സ് ദ 2 ഓപ്പറേഷൻസ് അരിത്മെറ്റിക് ആൻഡ് അസൈൻമെൻറ്റ് ഫാസ്റ്റർ ദാൻ ദി യൂഷ്വൽ. സാധാരണ രീതിയിൽ ഇവിടെ ആദ്യം ഒരു അരിത്മെറ്റിക് ഓപ്പറേഷൻ നടക്കും. ഇപ്പോൾ എക്സ് ഈക്വൽ ടു ഈ ഒരു പിന്നെ അരിത്മെറ്റിക് ഓപ്പറേഷൻ എടുത്ത് നോക്കുക. എക്സ് എന്ന വാരിയബിളിൻ്റെ വില 10 വെച്ച് കൂട്ടുന്നു, അല്ലെങ്കിൽ എക്സ് എന്ന വാരിയബിളിലേക്ക് 10 ആഡ് ചെയ്യുന്നു. അതിനുശേഷം എക്സും 10ഉം കൂടെ കൂട്ടി കിട്ടുന്ന ഉത്തരം അതെന്താണോ അത് എക്സിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുക. അതിൻ്റെ ഷോർട്ട് ഫോമാണിത്, ഷോർട്ട് ഹാൻഡാണ് ഇത്. അതിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ്, സാധാരണ ഫോം. സോ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 10 എന്നതിൻ്റെ ഷോർട്ട് കട്ടാണെങ്കിൽ ഷോർട്ട് ഹാൻഡാണ് എക്സ് പ്ലസ് ഇസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 10 തന്നെയാണ്. ഇത് രണ്ടും ഒരേ റിസൾട്ടാണ് ഉണ്ടാക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് പിന്നീട് വരുന്നത് ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ഓപ്പറേറ്ററുകളാണ്.